ചെറിയച്ഛ, ചേട്ടാ ആ കൈയും തന്നേ. എല്ലാവർക്കും കൂടി ചേർന്ന് ഊരിക്കൊണ്ടു പോകാനാണോ? ഇത് അതിനല്ല, നിന്റെ കൈയും തന്നെ, ആ റൈറ്റ് ഹാൻഡും തന്നേ. നീ ചെയ്തത് വളരെ കറക്റ്റാ. എടാ, എന്റെ മൂഡ് ശരിയല്ല. ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് കമന്റ് പറയാൻ നിൽക്കേണ്ടത്. പോയി ഇവിടുന്ന്. എന്തോ ചെയ്തു തരാന്ന് പറഞ്ഞില്ലേ നമ്മുടെ അച്ഛൻ? യു ഡോണ്ട് വറി, ട്രസ്റ്റ് മീ. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാ. നല്ലവർക്ക് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാ. അല്ലാത്തവർക്ക് പുതിയ വീട്, കൂടെ അമ്മയുടെ ആശീർവാദം ഉണ്ട്. ഇനി അങ്ങോട്ട് എല്ലാം നിനക്ക് നല്ലതായിരിക്കോടാ. ഫോൺ സ്വിച്ച് ഓൺ ആക്കാൻ പറ്റും, പുതിയ പ്രേമം തുടങ്ങാൻ പറ്റും. പറഞ്ഞതാ. നന്നായിട്ട് റെഡി ആവണേ. ഇന്ന് നിങ്ങളുടെ ഓഫീസിലെ ഒരു പൂജയില്ലേ, അവിടേക്ക് നീ സൂപ്പർ ആയിട്ട് വേണം പോകാൻ. അപ്പൊ സാധാരണ എന്നെ കാണാൻ സൂപ്പർ അല്ലെന്നാണോ പറയുന്നേ? അയ്യോ സീതമ്മ, നീ എപ്പോഴും സൂപ്പറാ. പക്ഷേ ഞങ്ങളുടെ സ്കൂളില് ഫംഗ്ഷൻ ഉള്ളപ്പോ നീ എന്നെ റെഡിയാക്കില്ലേ, അങ്ങനെ റെഡിയാവ്. ആഹാ, എന്താ അമ്മയും മോളും ഇപ്പോഴും വഴക്കൂടിക്കൊണ്ടിരിക്കുക? വഴക്കോ? അല്ല മുത്തശ്ശി. പിന്നെ അമ്മ അകത്ത് നിന്ന് വാതിലും അടച്ചിരിക്കുന്നു, നീ പുറത്ത് നിന്ന് ഒച്ചയും ഉണ്ടാക്കുന്നു. സീതമ്മയെ എങ്ങനെ റെഡിയാവണോന്ന് പറയുമായിരുന്നു. ആണോ മോളെ? ഞാനും അതെ. നിന്റെ അമ്മയ്ക്ക് റെഡിയാവാൻ വേണ്ടി എന്താ കൊണ്ടുവന്നെന്ന് നോക്കിയേ. ഇത് സീതമ്മ ഇട്ട് കഴിഞ്ഞ സൂപ്പർ ലുക്ക് ആയിരിക്കും. എങ്ങനെയുണ്ട്? എന്താടി, കൊള്ളില്ലേ? എന്തോ ഒരു മിസ്സിങ്. എന്ത് മിസ്സിങ്ങാ? സീത, ഓഫീസിലെ പൂജ ഇന്ന് തന്നെയല്ലേ? നീ ഇതെന്താ സാധാരണ പോലെ ഇറങ്ങിയിരിക്കുന്നേ? പിന്നെ എങ്ങനെയാ അമ്മ പോകേണ്ടത്? സാരി ഉടുത്ത് പോകണ്ടേ സീത? സാരി തന്നെ മിസ്സിങ്. അമ്മേ, സാരി മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഭയങ്കര കഷ്ടല്ലേ? എന്ത് കഷ്ടാ മോളെ. എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായാൽ തന്നെ പെൺകുട്ടികൾ എന്ത് ഭംഗിയായിട്ട് ഒരുങ്ങി വരാറ്. നിന്നെ കണ്ടില്ലേ? സാരി തന്നെ മിസ്സിങ്. സീതമ്മ, നീ സാരി എടുത്തോ, നല്ല ഭംഗിയായിരിക്കും. മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ ചേർന്ന് എന്തോ പ്ലാൻ ചെയ്ത് വന്ന പോലുണ്ടല്ലോ. എനിക്ക് ലേറ്റ് ആവുന്നുണ്ടമ്മേ, ഞാൻ പോട്ടെ. അങ്ങനെ ലേറ്റ് ആവൂല സീത. സാരി ഉടുക്കാൻ 5 മിനിറ്റ് പോരെ മോളെ. ഓ, ഏത് സാരി ഉടുത്താലും നിനക്ക് ഭംഗിയായിരിക്കും. പോയി ഉടുത്തുവാ. സീതമ്മ, നീ സാരി ഉടുത്തേ പറ്റൂ. ബാ ബാ ബാ. ചെല്ലേ. സബാഷ്. കർമ്മം.
കുടിച്ചതൊക്കെ ഇറങ്ങിയോ അതോ ഇനിയും വള്ളംകളി ബാക്കിയുണ്ടോ? വെള്ളം കളി കളിച്ചത് ആര് കാരണമാ? വിശ്വ കുടിച്ചു കുരങ്ങന്റെ പോലെ നടന്ന് അവസാനം എന്റെ നേരെ വിരല് ചുണ്ടരുത്. പോട്ടെ, സാരമില്ല ഭാർഗു. നിനക്ക് സത്യം അംഗീകരിക്കാനുള്ള കഴിവില്ലല്ലോ. ഞാൻ സത്യവും അംഗീകരിക്കില്ല, നിന്നെയും അംഗീകരിക്കില്ല. തല പൊളിയുന്നുണ്ടല്ലോ. ചൂടുവെള്ളം കൊണ്ടുവരാനെങ്കിലും ഒരു പെൺകുട്ടി വേണം ജീവിതത്തില്. എന്താ വാതിലെ കടച്ചിങ്ങനെ നിൽക്കുന്നത്? പൊക്കോ. വിശ്വ, നീ കുടിച്ച് ബോധം കെട്ടപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ അതോ നീയെല്ലാം മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല ഭാർഗു. ഞാൻ കാരണം ആ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നല്ലേ. ഓ ഷട്ടപ്പ് വിശ്വ. അതല്ല, ആ സീതയെ ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം. ഓ, അതാണോ? ഇത് നോക്ക്, ഓഫീസിൽ പൂജയുള്ളത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ജോലി സ്ലോ ആയിട്ടേ പോവൂ. നീ അവിടെ പോയി നിന്റെ ജോലി എന്താണെന്നുള്ളത് മറക്കണ്ട, മനസ്സിലായോ? ആദ്യം എഴുന്നേറ്റ് ഓഫീസിലേക്ക് റെഡി ആയിട്ട് പോവാൻ നോക്ക്. അല്ല ഭാർഗു, ഞാൻ എന്തിനാ? നിനക്ക് തന്നെ ഓഫീസിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തുകൂടെ? നിന്റെ തന്ത സൂര്യപ്രകാശ് ദേശായി പറഞ്ഞത് കേട്ടിട്ടില്ലേ? പെണ്ണുങ്ങളൊക്കെ വീട് മാത്രം നോക്കുന്നതാ നല്ലതെന്ന്. എനിക്ക് ഈ വീട്ടിൽ ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. ആദ്യം റെഡിയായി നീ ഓഫീസിൽ പോവാൻ നോക്ക്. നിനക്ക് തന്നത് ഒരൊറ്റ ജോലിയാ, മര്യാദയ്ക്ക് ഇത് തീർക്കാൻ നോക്ക്. ചൂടുവെള്ളം വേണമെങ്കിൽ ജോലിക്കാരോട് ചോദിക്കാം. ഇഞ്ചൂർഡ് പ്ലെയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ദൈവമേ. ഗീത, 3 ബക്കറ്റ് ചൂടുവെള്ളം റെഡിയാക്ക്. ഗുഡ് മോർണിംഗ്. നീ ഇവിടെ എന്തെടുക്കാടാ? സമാധാനമായിട്ട് കിടക്കാന്ന് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഈ പൊസസീവ് ലവറിനെ പോലൊക്കെ പെരുമാറുന്നേ? പൊസസീവ് ലവറിനെ പോലെ കളിക്കുകയല്ല, പൊസസീവ് ലവറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതല്ലേ? യെസ്, വെരി ഗുഡ്. ഗുഡ് ബൈ, ഗുഡ് ബൈ. അപ്പൊ ശരി. നീ എന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നാ? എന്റെ ഫ്രണ്ടിന്റെ സേഫ്റ്റി ഞാനല്ലാതെ വേറെ ആരാ നോക്കുക? ഞാൻ സേഫ് തന്നെ അശോക. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഹൃദയം നിന്റേത്. എങ്ങനെ സേഫ് ആയിരിക്കുക? ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിരുന്നു നീ? ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. ടൈം എടുത്തോ. ഇന്ന് സൂര്യ ഓഫീസിലോട്ട് വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം. അതുവരെ നീ നിന്നോട് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. ഓക്കെ? നോക്ക്, എനിക്കിന്നൊന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ വയ്യ. നീ സീതയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? ചോദിച്ച കാര്യത്തിന് മാത്രം മറുപടി പറ. ഡു യു ലവ് സീത? റെഡിയായി ഇതാ വരുന്നു. എത്ര നേരമായി കാത്തിരിക്കുക? ദാ വരുന്നു മോളെ.
കറക്റ്റ് ആയിട്ട് പറഞ്ഞു മോളെ. എന്റെ ദൃഷ്ടി തന്നെ നിനക്ക് പറ്റാൻ സാധ്യതയുണ്ട്. എന്റെ ദൃഷ്ടിയും പതയണ്ട. അമ്മേ വേണ്ടമ്മേ. എന്തേ പെൺകുട്ടികൾ മാല ഇട്ട് കഴിഞ്ഞാ ഭയങ്കര ഭംഗിയാ. എന്തായാലും മാലയൊന്നുമില്ലല്ലോ മോൾ ഇതിട്. സീതമ്മ, നിന്നെ കാണുമ്പോ എനിക്ക് സാരി ഉടുക്കാൻ തോന്നുന്നുണ്ട്. ഉടുക്കാലോ അതിന് ഇനിയും സമയമുണ്ട്. മുത്തശ്ശി, ചെറിയ ഏജിലുള്ളവർക്ക് സാരി കിട്ടില്ലേ? കിട്ടും മോളെ. അടുത്ത വർഷം നിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് അതുപോലെ ഒരെണ്ണം വാങ്ങിത്തരാം. ശാന്തേ, നീ ഇവിടെയാണോ? പൂ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? ഇതാ, ഇതിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയോ? ഇതിപ്പോ എന്താ, പൂജയ്ക്ക് വേണ്ടി അരളിപ്പൂവും പനിനീരും കൊണ്ടുവരാൻ പറഞ്ഞ ഈ മുല്ലപ്പൂവാണോ കൊണ്ടുവരുന്നേ? ഇത് പൂജയ്ക്ക് പറ്റില്ലേ? നന്നായിട്ടുണ്ട്. 45 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ എങ്ങനെയാണോ ഞാൻ ജീവിച്ചു പോരുന്നേ. പൂജയ്ക്ക് വേണ്ടി പൂ കൊണ്ടുവരാൻ പറഞ്ഞ കല്യാണത്തിന് ഉപയോഗിക്കുന്ന മുല്ലപ്പൂവാണ് കൊണ്ടുവരുന്നേ. സീത, നിന്റെ അച്ഛന്റെ മറവി അത് നിനക്ക് ഉപകാരപ്പെട്ടു മോളെ. തിരിഞ്ഞേ. അമ്മേ പ്ലീസ് അമ്മേ, ഇതൊന്നും എനിക്ക് വേണ്ട. അതെന്താ? അമ്മേ, ഞാൻ ഓഫീസിലൊക്കെ അല്ലേ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് ഓവർ ആയിട്ടുണ്ട്. ഒന്നുമില്ല, പെൺകുട്ടികൾ ഇതൊക്കെ ധരിച്ചാലേ സുന്ദരിയാവുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തൊക്കെയാ എടുത്ത് ധരിക്കുന്നെന്നറിയാവോ? നീ ആണെങ്കി ഒരു സന്യാസിനിയെ പോലെ നടക്കാറ്, ചില വയസ്സുകളെ പോലെ. അതെ, ഒരുങ്ങിക്കഴിഞ്ഞ നിന്റെ അമ്മ ബി സരോജാദേവി തന്നെയല്ലേ? അതെ, സരോജദേവിയേക്കാൾ എനിക്കെന്താ കുറവ്? സരോജദേവി ആരാ? സരോജാദേവി എന്ന് വെച്ചാ ഞങ്ങളുടെ കാലത്തെ വലിയ ഹീറോയിനാ. നിന്റെ മുത്തച്ഛന് സരോജാദേവി എന്ന് വെച്ച ജീവനായിരുന്നു. ഒരു സിനിമ പോലും അവരുടെ മിസ്സാക്കിയിട്ടില്ല നിന്റെ മുത്തച്ഛൻ, അറിയോ? അല്ലേ മാഷേ? ഇപ്പൊ കണ്ടോ എന്റെ മോൾ എത്ര സുന്ദരിയായിട്ടുണ്ട്. നിന്നെ പോലെയുള്ള കുട്ടികൾ ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞാ ദേവതയെ പോലെ ഇരിക്കും. ഇനി എന്ന് ഇങ്ങനെ തന്നെ റെഡിയാവണം. സീതമ്മ, സെൽഫി. തന്നെ സീത, ശരിക്കും കാണാൻ മണവാട്ടിയെ പോലെ തന്നെയുണ്ട്. മുത്തശ്ശി, അതും പഴയ ഹീറോയിൻ ആണോ? ആരാ മോളെ? മണവാട്ടി എന്ന് ഇപ്പൊ എന്തോ പറഞ്ഞില്ലേ മുത്തശ്ശി? മണവാട്ടിയെ പറ്റി പിന്നെ പറഞ്ഞു തരാം. അമ്മയ്ക്കിപ്പോ ഓഫീസിലേക്ക് പോകാൻ സമയം വൈകിയില്ലേ? അമ്മേ കണ്ടോ, നോക്കിയേ, ഞാനാണെന്ന് തന്നെ തോന്നുന്നില്ല. ഏതോ പുതിയ പെണ്ണിനെ പോലെയുണ്ട്. പുതിയ കുട്ടിക്ക് ഇനി അങ്ങോട്ട് പുതിയ ജീവിതം ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചോളാം. പോയിട്ട് വാ. ശരി അമ്മേ, പോയിട്ട് വരാം. വരാച്ചാ. ബൈ മുത്തേ. ബൈ സീതമ്മ. ദേശായ കുടുംബത്തിന് ദൈവഭയം വന്നിട്ടുണ്ടല്ലോ. HR ഡിപ്പാർട്ട്മെന്റിലുള്ളവര് കംപ്ലൈന്റ് പറയുന്നല്ലാതെ ഇപ്പൊ അവര് ജോലിയും ചെയ്യുന്നുണ്ട്. എല്ലാ തവണയും സീറ്റ് കൊണ്ടുവരാ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഓഫീസിൽ തന്നെ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ഒരുപാട് സന്തോഷം. അതിന്റെ എല്ലാം കാരണം നമ്മുടെ അശോക് സാറാ. ഏയ് അങ്ങനൊന്നുമില്ല, എല്ലാം അവര് പറഞ്ഞിട്ടാ. ഹാപ്പി ദസറ, ഹാപ്പി ദസറ, ഹാപ്പി ദസറ. കളർഫുൾ. ഹാപ്പി ദസറ. എന്താടാ, നീയാണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച്. മുണ്ട് നോക്കിക്കോണേ. സാർ, അവരെന്ന് പറഞ്ഞത് വിശ്വൻ സാറിനെ കുറിച്ചാണോ സാറേ? ഹായ് എല്ലാവർക്കും ഹാപ്പി ദസറ. എന്താ വിശ്വസാറെന്ന് പറഞ്ഞ എന്നെ കുറിച്ച് എന്താ പറയുന്നേ? സാർ, ഇതൊക്കെ ചെയ്യാൻ നിങ്ങളാ പറഞ്ഞിരുന്നെന്ന് സാറ് പറഞ്ഞിരുന്നു സാർ. എന്താ ഈ നടക്കുന്നതൊക്കെ? അതെ, ഞാനാ പറഞ്ഞത്. അവൻ എപ്പോഴും അങ്ങനെയാ.
മുതിർന്നവരോട് അവന് ഭയങ്കര റെസ്പെക്റ്റാ. സാർ, ഞാൻ പറഞ്ഞത് ബോസിനെ കുറിച്ചാ. ബോസോ? ഹാപ്പി ദസറ സർ. ഹാപ്പി ദസറ വിഷു Same to you, same to you. ഹാപ്പി ദസറ. ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഹാപ്പി ദസറ. താങ്ക് യു, സെയിം ടു യു. താങ്ക് യു. സ്വീറ്റ് എടുത്തു. എന്താ പ്രിയ, ദുർഗാഷ്ടമിക്ക് നാഗവല്ലിയിലെ ഹാപ്പി. ഇന്ന് നീ നല്ല ഹാപ്പി ആണല്ലോ. നിനക്കുള്ള സ്വീറ്റ് ക്യാൻസൽ. എന്താ പ്രിയ, ഇന്ന് സ്വീറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് പൂജയുടെ അല്ല. പിന്നെ താങ്ക് യു. ഹായ് സർ. ഹലോ, ഹാപ്പി ദസറ. താങ്ക് യു, സെയിം ടു യു. സർ, ഞാൻ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുക, അതിനാ. ഓ, നൈസ് നൈസ് നൈസ്. സ്റ്റേഡിയം മാറ്റാൻ പോവാണല്ലേ? ശ്രദ്ധിക്കണേ, പിച്ച് മാറിയെന്നും പറഞ്ഞ് കളിക്ക് മാറ്റമൊന്നും ഉണ്ടാവരുത്. ശ്രദ്ധിച്ചു നോക്കി കളിക്കണം. ഓ, ഹായ്. ഒരു മിനിറ്റ്, ഒരു ഫോൺ വന്നൊരു മിനിറ്റ്. ഹലോ, അയ്യാ ബേബി. പുതിയ വീടാണോ മാഡം? റാമിന്റെ വീടിന്റെ അടുത്ത് തന്നെ വീട് കിട്ടി. കൺഗ്രാചുലേഷൻ. കിട്ടിയതെന്താ, വഴി കിടന്ന 10 രൂപ കിട്ടിയ പോലെ വലിയ കാര്യത്തിൽ പറയുന്നത്. സ്വന്തം വീടാണോ മാഡം? അയ്യോ, സ്വീറ്റ്സ് കഴിച്ചിട്ട് കൺഗ്രാചുലേഷൻസും പറയില്ല, ഒന്ന് നന്നായിന്ന് പോലും പറയില്ല. എന്തൊക്കെ ക്വസ്റ്റ്യൻസാ. ഓ, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വാടക വീട്ടിലേക്ക് പോകുന്നതിന് ഇതുപോലെ ആഘോഷിക്കണോ? എന്തേ, വാടക വീടെന്തേ വീടല്ലേ? സ്വന്തമാണെങ്കിൽ മാത്രമേ വീടാകുള്ളോ? സ്വന്തം വീട് പണി കഴിഞ്ഞ ഒരു പ്രോജക്റ്റ് മാത്രം. പക്ഷെ വാടക വീട് മൂവബിൾ പാലസാ. എന്താ കളിയാക്ക? സർ, ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? സർ, സ്വീറ്റ്. ജീവിതത്തിൽ നമുക്ക് സ്വന്തം എന്ന് പറയാൻ എന്താ ഉള്ളേ? എല്ലാം നമുക്ക് ഓരോ അനുഭവങ്ങളാ, പഠിക്കുന്ന പാഠങ്ങളാ. അത് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ വാടക വീട്. താങ്ക് യു സർ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാ 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 എന്ന് പറഞ്ഞ് കളിയാക്കും. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ സംസാരിക്കുമ്പോ മാത്രം ഇവർ കൈയടിക്കുന്നു. ബോസ് പറഞ്ഞാൽ മാത്രം മാസ് അല്ലേ? എന്ത് മനുഷ്യരാ. ബ്രോ, നിന്റേത് സ്വന്തം വീടാണോ വാടക വീടാണോ? ഞാൻ ചോദിച്ചതും ഇല്ല. പറയടാ. താങ്ക്സ്. പിന്നെ രാമയ്യ, എവിടെ നിന്റെ ഫ്രണ്ട്? അത് ഞാൻ തന്നോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓഹോഹോ, സീതാദേവി ഇപ്പൊ അടിയങ്ങളെക്കാൾ അങ്ങയോടല്ലേ ക്ലോസ്? അങ്ങേക്കല്ലേ അറിയാൻ പറ്റൂ. എന്തേ, ഇന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ശരി പോട്ടെ. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നീ കോംപ്ലിമെന്റ് ഒന്നും പറയണ്ട. ബോസിന്റെ കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ രസം ഉണ്ടാവും. അടിപൊളിയായിരിക്കും, രണ്ടാളും നല്ല ചേർച്ച ഉണ്ടാവും. സൂപ്പർ. അത് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്തോ ഒരു നാണം പോലെ. അതെ, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ? നീ എന്തായാലും ഇപ്പൊ ബോസായിട്ട് നല്ല ക്ലോസ് അല്ലേ? എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? നടക്കല്ലേ മോളെ, അടങ്ങിരി. ബോസിന് ദേഷ്യം വന്നാ ചീത്ത കേട്ട് ഓടുന്നീ. അതെ, വന്നു വന്ന് ബോസ് ഇപ്പൊ റഫായിട്ടാ പെരുമാറുന്നേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. ഞാൻ എങ്ങനെയും ബോസിന്റെ അടുത്ത് പോയി നിൽക്കാം. കാൻഡിഡ് ആയിട്ട് നീ ഒരു ഫോട്ടോ എടുക്ക്. സൂപ്പർ ഐഡിയ, അത് കൊള്ളാം.
താരമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമോ